ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനങ്ങൾ. ദൈവം നമ്മേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 2, 3, 4 വചനങ്ങൾ നമുക്ക് വായിക്കാം. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. അവന്റെ രൂപം മിന്നലിന് ഒത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ചു വിറച്ച് മരിച്ചവരെ പോലെയായി. Praise the Lord. Matthew chapter 28 verse 2, 3 and 4. There was a violent earthquake, for an angel of the Lord came down from heaven and going to the top, rolled back the stone and sat on it. His appearance was like lightning and his clothes were white as snow. The guards were so afraid of him that they shook and they became like dead men. Praise the Lord. ഇവിടെ നാം വായിക്കുന്നു, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. Praise the Lord. പെട്ടെന്നെന്ന് പറയുമ്പോൾ വലിയ പ്ലാനിങ്ങോടുകൂടെ യേശുവിൻ്റെ കല്ലറയ്ക്കൽ വലിയ കല്ലുരുട്ടി നീക്കി, കല്ലുരുട്ടി വെച്ച് കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കിയിരിക്കുമ്പോൾ ആ കല്ലറ കാണാൻ യേശുവിൻ്റെ കൂടെ നടന്ന മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്ന് നേരം വെളുത്തു വരുമ്പോൾ തന്നെ വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. മാനുഷികമായ പ്ലാനിങ് ഒന്നുമല്ല, ദൈവത്തിന്റെ ഉദ്ദേശം മാത്രമേ ഇവിടെ സാധ്യമായുള്ളൂ. അങ്ങനെ തന്നെയാണ് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാഗ്ദത്തങ്ങൾ നാം അവകാശമാക്കരുത്. ദൈവിക ഉദ്ദേശങ്ങൾ നമ്മളോട് വെളിപ്പെട്ട് വരരുതെന്ന് വെച്ച് എത്ര വലിയ കല്ലുരുട്ടി നീക്കി വെച്ചാലും, എത്ര കല്ലിന് മുദ്ര വെച്ചാലും, ആമേൻ, കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കിയാലും, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് ഒരു സെക്കൻഡ് മതി. ഇവിടെ കണ്ടില്ലേ, യേശുവിന്റെ കല്ലറയ്ക്കൽ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ അധികം താമസം വേണ്ട, അധികം സമയം ദൈവത്തിന് ആവശ്യമില്ല. സ്തോത്രം. ഈ നാളുകളിൽ നമുക്ക് ദൈവസ്ഥാനത്തിൽ വീണ്ടും അധികമായി പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ ആയിരിക്കാം. ദൈവം തന്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കും. സ്തോത്രം. ആമേൻ. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. സ്തോത്രം. മാനുഷികമായ കൈകൾ താണുക പോകുമ്പോൾ, അല്ലെങ്കിൽ മാനുഷികമായ ആമേൻ എല്ലാ സാഹചര്യങ്ങളും അസ്തമിക്കുമ്പോൾ, സകലതും തീർന്നു അവസാനിച്ചു എന്ന് നമുക്ക് തോന്നുമ്പോൾ സ്വർഗം തുറന്ന് ദൂതൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി. ഹല്ലേലൂയ. മാനുഷികമായ ആർക്കും ആ കല്ലുരുട്ടി നീക്കുവാനോ ആ മുദ്ര പൊട്ടിക്കുവാനോ ആ കാവൽക്കൂട്ടത്തെ മാറ്റി ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്നു, നിസ്സാരമായി ആ കല്ലിനെ ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. എന്തിനു വേണ്ടിയാണ് ദൂതൻ അവിടെ ഇരുന്നത്? പ്രൈസ് ദി ലോർഡ്. മനുഷ്യർക്ക് അസാധ്യമെന്നാൽ ദൈവത്തിന് സകലവും സാധ്യം. ദൈവം ഒരു കാര്യം ചെയ്താൽ പിന്നെ അതിനെ അവൻ കോട്ടിക്കളയുവാൻ, അതിനെ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ ഒരു വ്യക്തിക്കും ശക്തിക്കും സാധ്യമല്ല. ദൂതൻ അതിൻ്റെ മേൽ ഇരുന്നിരുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ ആ കല്ലിന്റെ മേൽ ഇരിക്കുന്നത് അമേൻ സ്തോത്രം മനുഷ്യർ വെച്ച മുദ്രയല്ല, കാവൽക്കൂട്ടത്തിന്റെ അമേൻ സ്തോത്രം അമേൻ ഉറപ്പല്ല. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്ന് കല്ലുരുട്ടി നീക്കി അതിന്റെ മേലിരുന്നു. ഇന്ന് നമ്മുടെ മുൻപിൽ വലിയ ഭാരമായിരിക്കുന്ന വിഷയങ്ങൾ, വലിയ പ്രതിസന്ധിയായിട്ട് തോന്നുന്ന സാഹചര്യങ്ങൾ, പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് വിചാരിക്കുന്ന അവസ്ഥകൾ, വലിയ തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, അമേൻ സ്തോത്രം, അതിന്റെ മധ്യത്തിൽ അമേൻ നാം ദൈവസ്ഥലത്തിൽ കരയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസത്തോടെ ആയിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവപ്രവർത്തികൾ, വലിയ ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വെളിപ്പെടും. അമേൻ. സ്വർഗം തുറന്ന കർത്താവ് അമേൻ തന്റെ ദൂതനെ അയച്ച് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. സ്തോത്രം. എന്ത് നിസ്സാരമായിട്ടാണ് ഈ കല്ലുരുട്ടി നീക്കി ദൂതൻ അതിന്റെ മേൽ ഇരുന്നത്. ആ ദൂതന്റെ പ്രത്യേകത, ദൂതന്റെ മുഖം ആമേൻ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് ആമേൻ ഹിമം പോലെ വെളുത്തതുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെയായി. സ്തോത്രം. എന്നിട്ട് ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട,
ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. സ്ത്രീകൾ ഭയന്നുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. എന്നാൽ ആമേൻ, ആരെക്കുറിച്ചാണോ സ്ത്രീകൾ ഭയപ്പെട്ടത്? ആ കാവൽക്കൂട്ടം ദൂതനെ കണ്ട് ഭയന്ന് മരിച്ചവരെ പോലെയായി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഈ സ്ത്രീകൾ അന്വേഷിക്കുന്നത് ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണെന്ന് ദൂതന് മനസ്സിലായി. ദൂതൻ പറയുന്നു, ക്രൂശിക്കപ്പെട്ട യേശുവിനെയല്ലേ നിങ്ങൾ അന്വേഷിക്കുന്നത്? എന്നാൽ ആമേൻ, അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. യേശു മുന്നമേ പറഞ്ഞിരുന്നു, അവൻ യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ആമേൻ, സ്തോത്രം. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, നിന്ന പരിഹാസം, ആമേൻ, കഷ്ടത ഒക്കെ സഹിക്കേണ്ടി വരും. എന്നാൽ മൂന്നാം നാൾ മനുഷ്യപുത്രൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശു കർത്താവ് മുന്നമേ പറഞ്ഞിട്ടുണ്ട്. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. ഈ നാളുകളിൽ പ്രതിസന്ധികളുടെ നടുവിൽ, ശോധനകളുടെ നടുവിൽ വിശ്വാസത്തിന്റെ വാക്കുകൾ നമുക്ക് പറയാം. ദൈവിക വാഗ്ദത്തത്തിന്റെ അവൻ വചനങ്ങൾ നമുക്ക് പറയാം, പ്രൊക്ലെയിം ചെയ്യാം. നാം പറയുന്നത് പോലെ തന്നെ സംഭവിപ്പാനിടയായി തീരും. സ്തോത്രം. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുമേ. അപ്പോൾ യേശു ക്രൂശിക്കപ്പെട്ടു, ശരിയാണ്. ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിച്ചു, എന്നാൽ അവൻ ഉയർത്തെഴുന്നേറ്റു. എന്നാൽ അവൻ കിടന്ന സ്ഥലം കാണുമേ. അവൻ യേശുവിനെ അവൻ ഈ കല്ലറയ്ക്കൽ കിടത്തിയിരുന്നല്ലോ, ആ സ്ഥലം വന്ന് കാണുമേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം അവൻ ആയിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളും ഓരോ അവസ്ഥകളും ഒരു വലിയ സാക്ഷ്യത്തിന് കാരണമായി ദൈവം മാറ്റും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. മാത്രമല്ല, ഈ ദൂതൻ വെളിപ്പെട്ടത് ആരുടെ മുൻപിലാണ്? ഈ സദ്വർത്തമാനം കേട്ടത് ആരാണ്? ആമേൻ. ഏത് പ്രതികൂല സാഹചര്യങ്ങളും യേശുവിനെ സ്നേഹിച്ച് യേശുവിന്റെ കല്ലറയ്ക്കൽ ഓടി വന്ന സ്ത്രീകൾക്ക് മുൻപിലാണ് ദൂതൻ വെളിപ്പെട്ടതും. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവ പ്രവൃത്തി ആ സ്ത്രീകൾക്ക് കാണുവാനിടയായി തീർന്നു. യേശു ക്രിസ്തു ആദ്യമായി പ്രത്യക്ഷമായതും ആ സ്ത്രീകൾക്കായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഈ നാളുകൾ മടുത്തു പോകണ്ട, ക്ഷീണിച്ചു പോകണ്ട, തളർന്നു പോകണ്ട. യേശു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവൻ വലിയ ദൈവപ്രവൃത്തികൾ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അവൻ അഭിമുഖീകരിക്കുന്ന ഏത് വലിയ പ്രശ്നത്തെയും ആമേൻ, സ്തോത്രം, മാറ്റി അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഭൂമിയിലുള്ള സകല വാതിലുകൾ അടഞ്ഞാലും ആമേൻ, കർത്താവ് സ്വർഗത്തിലെ വാതിൽ തുറന്ന് കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആർക്കും പ്രവർത്തിപ്പാൻ കഴിയാത്തൊരു ദിവസം വരുന്നു. ഈ നാളുകളിൽ ദൈവകരങ്ങളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആർക്കും എതിർക്കുവാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നമ്മുടെ ദൈവത്തിനുണ്ട്. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. ഈ വചനങ്ങൾ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസത്തോടെ ജീവിതയാത്ര നമുക്ക് മുന്നേറാം. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യേശു ഒരിക്കലും പുറത്തു വരരുതെന്ന് പറഞ്ഞ് വലിയ കല്ലുരുട്ടി നീക്കി വെച്ചാലും കല്ലിന് കർത്താവ് മുദ്ര വെച്ചിട്ടും, പ്രൈസ് ദി ലോർഡ്, കാവൽക്കുട്ടത്തെ ഉറപ്പാക്കിയിട്ടും പെട്ടെന്ന് വലിയൊരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ അതൊരു സാക്ഷ്യമായി മാറി. ആമേൻ. സ്തോത്രം, സ്തോത്രം. തന്നെ സ്നേഹിച്ച ഹല്ലേലൂയ ആ വ്യക്തികൾക്ക് മുൻപ് യേശു പ്രത്യക്ഷമായതുപോലെ ഈ നാളുകൾ പ്രത്യക്ഷമായ ചില ദൈവപ്രവൃത്തികൾ കർത്താവെ കരയുന്ന, ആമേൻ, സ്തോത്രം, ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന കൃപകൾക്കായി സ്തോത്രം. അതിനായി ഞങ്ങളെ ഒരുമിച്ച് നമ്മുടെ കരങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദയതോന്നി പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.